നിങ്ങൾ കുറച്ചുകൂടെ ഉറക്കത്തിൽ പറഞ്ഞാൽ കേന്ദ്രമന്ത്രി വിനോദം ഞാൻ പറഞ്ഞ മാറ്റി തീരുമാനം മാറുമോ? അപ്പോൾ നിങ്ങൾ ഓർമ്മിട്ടാതെ ചോദിച്ചതിൻ്റെ പേരിലാണെങ്കിൽ ഞാൻ പറയുന്നതല്ലോ, അദ്ദേഹമാണ് ഇതിനകത്ത് ഇടനിലക്കാരൻ. അതിൽ അദ്ദേഹത്തിന് കിട്ടിയ ബെനിഫിറ്റ് എന്താണെന്ന് അയാൾ തീരുമാനിച്ചോട്ടെ. അതിനെക്കുറിച്ച് എനിക്കറിയില്ല. കാരണം PMCയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നിയമസഭയിൽ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. അസംബ്ലിയിൽ ക്യാബിനറ്റിൽ ഒരു കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റിയുടെ തീരുമാനം വന്നതിന് ശേഷം മാത്രമേ അതിൽ ഔദ്യോഗികമായി കമൻറ്റ് ചെയ്യുന്നതിൽ അർത്ഥമുള്ളൂ. അതിനു മുമ്പ് നമുക്ക് പിന്നെ വേറെ വേണമെങ്കിൽ പലതും പറയാം. പക്ഷെ ഒരു മന്ത്രി എന്നുള്ള നിലക്ക് ക്യാബിനറ്റിൻ്റെ സ്പിരിറ്റിനെതിരായിട്ടാണ് ഞാൻ സംസാരിക്കുക എന്നുള്ളതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കണില്ല. അത് അറിയില്ല, അദ്ദേഹത്തോട് തന്നെ ചോദിക്കണം എങ്ങനെയാണ് സംഭവിച്ചത്. എനിക്കറിയാത്തൊരു കാര്യത്തിൽ ഞാൻ കക്ഷിയില്ലാത്തൊരു കാര്യത്തിലും പറയേണ്ട കാര്യമില്ല. ഇന്നലെ പത്രക്കാർ ചോദിച്ചപ്പോൾ ഞാൻ കുഞ്ഞാൽ സാഹിബ് നേരത്തെ ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞു. ഇന്നലെ ഷംസു ഉണ്ടായിരുന്നു, അവനോട് സംസാരിച്ചോളൂ അദ്ദേഹത്തോടൊന്ന് ഞാൻ പറഞ്ഞു. അതെന്താണ് കാര്യം എന്ന് വെച്ചാൽ പിന്നെ അവരാണ് അതിനകത്ത് ഇപ്പോൾ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ആഡ് ചെയ്യേണ്ടത്. ഞാൻ ആ ക്യാബിനറ്റിലൊരു അംഗം മാത്രമാണ്. ആ ക്യാബിനറ്റിന് എടുത്ത തീരുമാനം ഒരു സബ് കമ്മിറ്റി വെച്ചിരിക്കുന്നു. ആ കമ്മിറ്റിയിൽ പറയേണ്ട നിർദ്ദേശങ്ങളൊക്കെ ഞങ്ങൾക്ക് എന്തൊക്കെ പറയാനുണ്ട്, ഒരു മന്ത്രി എന്നുള്ള നിലക്ക് ക്യാബിനറ്റ് അംഗം എന്നുള്ള നിലക്ക് ഞാനെന്താണോ പറയേണ്ടത് ഞാനത് ക്യാബിനറ്റിൽ ഡിസ്കഷനിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി അത് വന്നതിന് ശേഷം മാത്രമേ അതിനകത്ത് അതെ അതെ ഞങ്ങൾക്കൊരു പ്രതിസന്ധി ആവില്ല. പിന്നെ പറഞ്ഞ കാര്യങ്ങളിൽ എനിക്ക് കൃത്യമായ ക്ലാരിറ്റിയും അതെങ്ങനെ പറയണമെന്ന് അറിയുന്നതുകൊണ്ടും നിങ്ങളത് പിന്നെയും പിന്നെ ചർച്ച ചെയ്യുന്നുള്ള സന്തോഷം ഞാൻ അറിയിക്കുകയാണ്. അതത്ര റെലവൻ്റ് ആണെന്നുള്ളതുകൊണ്ടല്ലേ കുഴപ്പമില്ല. സബ് കമ്മിറ്റി തീരുമാനം വരുന്നതിന് മുമ്പ് തന്നെ UDF കൺവീനർ വാർത്താ സമ്മേളനം വിളിച്ച് പറയുന്നു സർക്കാർ PMCയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളത്. അതൊരു വൈരുദ്ധ്യമായിട്ടുള്ള നിലപാടല്ലേ? അല്ല, ഞാൻ ചോദിക്കേണ്ട ഒരു കാര്യം, അത് അദ്ദേഹത്തോട് ചോദിക്കേണ്ട കാര്യമാണ്. ഞാൻ പറഞ്ഞു സബ് കമ്മിറ്റി പുറത്ത് വരുന്നവരെ പറയില്ല. ഒന്ന്, ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ ഇപ്പോൾ പിന്നെ വല്ലാതെ മെഴുകിക്കൊണ്ടിരിക്കുന്ന ഇടതുപക്ഷത്തെ നേതാക്കന്മാർ ബ്രിട്ടസും ജലീലൊക്കെ അടക്കം ആളുകളോട് ഞാൻ ചോദിക്കുന്നത്, കഴിഞ്ഞ മന്ത്രിസഭയിൽ ചെയ്ത പണി എന്താ? വളരെ കൃത്യമായി ഒരു സർക്കാർ ഒരു എഗ്രിമെൻറ്റിൽ ഒപ്പുവെച്ചിരിക്കുന്നു. അത് റിയാലിറ്റിയാണ്. സർക്കാർ നിങ്ങൾക്കാർക്കും അഭിപ്രായമുണ്ടോ ഒപ്പുവെച്ചില്ലാന്ന്? ഇടതുപക്ഷത്തിന് അഭിപ്രായ വ്യത്യാസമുണ്ടോ? ഒപ്പുവെച്ചിരിക്കുന്നു. ഒപ്പുവെച്ചവരെ അഭിപ്രായം പറയാതെ ആ ഒപ്പ് മായ്ച്ചു കളയാൻ ഞങ്ങളോട് പറയുന്നത്. ഞങ്ങൾ അതിൽ നിന്ന് ഏത് തരത്തിലാണ് സ്റ്റേറ്റിൻ്റെ ഒരു മതേതര പരിപ്രേക്ഷ്യത്തിൽ നിന്നുകൊണ്ട് അതിൽ ഇടപെടാൻ പറ്റുക എന്ന് പരിശോധിക്കാൻ ഞങ്ങൾ ചെയ്യുന്നത്. ഒപ്പുവെച്ചവർ ഇപ്പോൾ രക്ഷപ്പെട്ടു. എന്നിട്ട് ഒപ്പുവെച്ചിട്ട് രണ്ടാമത് വന്ന സർക്കാരിലെ ഞങ്ങളോട് വന്ന് നിങ്ങൾ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ശിവൻകുട്ടി ഒപ്പുവെച്ചതല്ലേ? CPI അറിയില്ല എന്ന് പറഞ്ഞതല്ലേ? ഇടതുപക്ഷത്തിന് അതിൽ റോളില്ല എന്ന് ഇടതുപക്ഷം CPM അടക്കം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് എന്താണ്? ആ ഒപ്പുവെച്ചത് ശരിയല്ല എന്നാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അതിൻ്റെ ടെക്നിക്കാലിറ്റിയെ കുറിച്ച് അതിൻ്റെ പൊളിറ്റിക്സ് സംസാരിച്ചത്. ടെക്നിക്കാലിറ്റിയെ കുറിച്ച് സംസാരിക്കണമെങ്കിൽ സബ് കമ്മിറ്റി പിന്മാറാമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പിന്മാറും? നിങ്ങൾ കുറച്ചുകൂടെ ഉറക്കത്തിൽ പറഞ്ഞാൽ കേന്ദ്രമന്ത്രി പിന്മാറുമെന്ന് ഞാൻ പറഞ്ഞ തീരുമാനം മാറുമോ? ഞാൻ ചോദിച്ച തീരുമാനം മാറുമോ? അതല്ലേ ഞാൻ സംസ്ഥാനങ്ങൾക്ക് പിന്മാറാമെന്ന് പറഞ്ഞല്ലോ, നിങ്ങൾ പിന്മാറും? ഞാൻ പറഞ്ഞത് എന്താണ് സഹോദര? ഞാൻ പിന്മാറോ ഇല്ലെന്ന് തീരുമാനിക്കാനല്ലേ സബ് കമ്മിറ്റി ഉണ്ടാക്കിയത്. സബ് കമ്മിറ്റി അവിടെ ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ അവിടെ വന്ന് വർത്താനം പറയാം. സബ് കമ്മിറ്റി അവിടെയല്ലേ ഉള്ളത്? ആ സബ് കമ്മിറ്റിയിലെ ക്യാബിനറ്റിനകത്തെ അംഗല്ലേ ഞാൻ. നിങ്ങൾ ഒച്ചത്ത് ചോദിച്ചാൽ ക്യാബിനറ്റിന് തീരുമാനം മാറ്റാൻ കഴിയുമോ? അതിൽ പൊളിറ്റിക്കൽ നേരത്തെ മിനിസ്റ്റർ സൂചിപ്പിച്ചത് ഇതിലൊരു രാഷ്ട്രീയ നിലപാടാണത്. കഴിഞ്ഞ സർക്കാർ ഒപ്പിട്ടു, ഇപ്പോൾ അതിലൊരു രാഷ്ട്രീയ നിലപാടാണെന്ന് പറഞ്ഞു. നേരത്തെ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പറഞ്ഞ അത്ര ഗൗരവത്തിൽ രാഷ്ട്രീയ നിലപാട് പറയാൻ മുസ്ലിം ലീഗിന് കഴിയുന്നില്ല ഇപ്പോഴത്തെ വിമർശനം. ഒറ്റ കാര്യം, രാഷ്ട്രീയ നിലപാടാണോ? അപ്പൊ അവർ ഒപ്പിട്ടതോ? നിങ്ങൾക്ക് അത് വസ്തുത നിലനിൽക്കൽ മാത്രം അല്ലേ? എന്നാൽ അതാണ് വസ്തുത. പറയട്ടെ മിസ്റ്റർ ഞാൻ നിങ്ങളത് കഴിയട്ടെ. എന്നാൽ ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ നിങ്ങളോട് സീരിയസ് ആയിട്ട് പറയാണ്. ഒപ്പിട്ട സർക്കാർ, മുൻ സർക്കാർ അവിടെ നിൽക്കുന്നു. രണ്ടാമത് ഞാൻ പറഞ്ഞ കമന്റ് അല്ലെങ്കിൽ UDF പറഞ്ഞ കമന്റ്, അത് കമന്റുകളാണ്, പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. മറ്റത് സമീപനമാണ്, ഒരു സ്റ്റേറ്റ് എടുത്ത ഒപ്പുവെക്കലാണ്. രണ്ടും ഒരുപോലെ അതിനല്ലേ സബ് കമ്മിറ്റി വെച്ചത്. എങ്ങനെയാണ് ആ തെറ്റിനെ തിരുത്തി അതിനെ ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ, സ്റ്റേറ്റിന്റെ ഒരു ഇൻട്രസ്റ്റിനെ എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു സെക്യുലർ പെർസ്പെക്റ്റിനകത്ത് എങ്ങനെയാണോ ആ തീരുമാനത്തെ കൊണ്ടുവരാനാവുക എന്ന് പരിശോധിക്കാനാണ് ഞങ്ങൾ സബ് കമ്മിറ്റി വെച്ചത്. അതിനിടയിൽ നിങ്ങൾ സബ് കമ്മിറ്റി അവിടെ വന്നിരിക്കുന്നു, ഏതോ UDFന്റെ ആൾ പറഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ കൺവീനർ പറഞ്ഞിരിക്കുന്നു, ഞാൻ തീരുമാനം പറയണമെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ ക്യാബിനറ്റിൽ എന്താ എടുക്കുന്നത്? ആ തീരുമാനം വരാതെ അതിൻ്റെ മെറിറ്റ് അതുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ ഇറക്കില്ല. കാരണം ഞാൻ ക്യാബിനറ്റിൽ അംഗമാണ്. ഓക്കെ, ജോൺ ബ്രിട്ടാസിനെ കുറിച്ച് പ്രകീർത്തിച്ച് നിങ്ങൾ കേട്ടിരുന്ന അയാളൊരു CPMന്റെ MP ആണ് സാർ. ജോൺ ബ്രിട്ടാസ് എന്ന് പറയുന്ന മനുഷ്യനാണ് ഈ ഒപ്പുവെച്ചതിന്റെ പാലം, ഇടനിലക്കാരൻ. ഷാജി അറിയാണ്ടല്ല, സ്വന്തം ഘടകകക്ഷിയായ CPI അറിയാതെ ഒപ്പുവെച്ചതിലെ പാലം
അയാൾ അതിന് വാങ്ങിയിട്ടുണ്ട് വല്ല ഏർപ്പാടുണ്ടെങ്കിൽ അത് അയാൾ അവിടെ പറയട്ടെ. ഒപ്പം വെച്ചിട്ട് ഉളുപ്പില്ലാതെ സംസാരിക്കുന്ന അയാളോട് രാഷ്ട്രീയം പറയാൻ എനിക്കൊരു താല്പര്യമില്ല. നേരത്തെ ചോദിച്ചൊരു വ്യക്തത, PM ശ്രീയിൽ നിന്ന് പിന്മാറിയാൽ കാര്യമായൊന്നും സംഭവിക്കില്ല, PM ശ്രീ പദ്ധതിയുടെ ആനുകൂല്യം മാത്രമേ നഷ്ടമാകൂ എന്നാണ് കേന്ദ്രം കൊടുത്ത മറുപടി എന്നാണ് പറയുന്നത്. ആ കാര്യത്തിലൊരു ആലോചന ശരിക്കും വേണ്ടതല്ലേ? ആലോചിക്കാം ഞങ്ങൾ, അതിനല്ലേ സബ് കമ്മിറ്റി ഉണ്ടാക്കിയത്. ആലോചിക്കാം. ഞാൻ ഇതിൽ നിന്ന് നിങ്ങൾ ഈ ചോദിക്കുന്ന ചോദ്യത്തിൽ എന്ത് സ്റ്റേറ്റ്മെന്റാണ് എൻ്റെ അടുത്ത് കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കണേ? ഒരിക്കലും ഞാൻ പറയാം അതിന്റെ മെറിറ്റിൽ ഒരു സ്റ്റേറ്റ്മെന്റ് എനിക്ക് തരാൻ കഴിയില്ല. കാരണം എന്താ വെച്ചാൽ അത് ക്യാബിനറ്റ് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വിമർശിക്കുകയാണ് ചെയ്തത്. ജോൺ ബ്രിട്ടാസ് ഇടനിലക്കാരനായിട്ട് സർക്കാർ ഒപ്പുവെക്കുകയാണ് ചെയ്തത്. വിമർശനം ഒപ്പുവെക്കൽ ഒരുപോലെ കാണുന്നത് ഒരുപോലെ. ഞങ്ങളതിനെ റെക്ടിഫൈ ചെയ്യാൻ ഒരു ക്യാബിനറ്റ് സബ് കമ്മിറ്റി ഉണ്ടാക്കിയിരിക്കണു. ആ സബ് കമ്മിറ്റിയിൽ അംഗമാണ് ഞാൻ. നിങ്ങൾ എന്നെ എത്ര പ്രകോപിപ്പിച്ചാലോ ഞാൻ അതിലെന്ത് സ്റ്റേറ്റ്മെന്റ് പറയുന്നതായിരിക്കും. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾക്ക് ഇതിനകത്ത് അതിൻ്റെ മെറിറ്റുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് എൻ്റെ ഒന്നും കിട്ടൂല. തല കുത്തി മറഞ്ഞാൽ കിട്ടില്ല ഇപ്പോൾ. എന്നാൽ സബ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് വരട്ടെ. നിങ്ങൾക്ക് ഇനിയും വരുമെങ്കിൽ ഞാൻ പറയാം. അപ്പം ഞാൻ പറയാം. ഇപ്പം ഞാൻ പറയില്ല. ഇപ്പോൾ നിങ്ങൾ ഓർമ്മിട്ടാതെ ചോദിച്ചതിൻ്റെ പേരിലാണെങ്കിൽ ഞാൻ പറയുന്നതല്ലോ, അദ്ദേഹമാണ് ഇതിനകത്ത് ഇടനിലക്കാരൻ. അതിൽ അദ്ദേഹത്തിന് കിട്ടിയ ബെനിഫിറ്റ് എന്താണെന്ന് അയാൾ തീരുമാനിച്ചോട്ടെ. എനിക്കതിനകത്ത് അത് എൻ്റെ നിലപാട് അയാൾ ഞാൻ ചോദ്യം ചെയ്യാനായിട്ടില്ല. ആകുമ്പോൾ ഞാൻ പറഞ്ഞോളൂ. ഓക്കെ, താങ്ക് യു.